ഹായ് ആമീസ്, വെൽക്കം ടു 5th എപ്പിസോഡ് ഓഫ് ആർ യു ഷുവർ സീസൺ 2. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോണതാണ് കാണിക്കുന്നത്. പോണ വഴിക്ക് രണ്ടും കൂടെ പാട്ടൊക്കെ പാടി ഫോട്ടോസൊക്കെ എടുത്തിട്ടാ പോണത്. എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഒരു ബോട്ടിലേക്കാണ്. അതിലെ ഒരു ഹോട്ട് വാട്ടർ പൂൾ സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ബോട്ടാണ്. അതിന്റെ ഗൈഡ് വന്ന് അതിന്റെ വർക്കിംഗ് മെക്കാനിസം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബോട്ട് നീങ്ങി തുടങ്ങി. കുറെ നേരം ചുടുവെള്ളത്തിൽ ഇരുന്നതിന്റെ ശേഷം അവർ ആ തടാകത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. കുക്കി ജിമിൻഷീനെ കുറെ നേരം ഇപ്പൊ ചാടും എന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാഫ് പോർക്ക് ബല്ലി തരാന്ന് പറഞ്ഞപ്പം ആളൊന്നും നോക്കാതെ ഒരൊറ്റ ചാട്ടം. അങ്ങനെ കുറെ നേരം വെള്ളത്ത് കളിച്ച് പോയി എവിടോ എത്തി. തൊട്ടടുത്ത് വലിയൊരു കപ്പൽ വന്ന് കണ്ടപ്പോഴാണ് കുറെ ദൂരം വന്നു എന്ന് അവർക്ക് ബോധം വന്നേ. പിന്നെ സ്റ്റാഫിനൊക്കെ വിളിച്ച് വഴി ചോദിച്ച് അവർ തിരിച്ചെത്തി. വെള്ളത്തിൽ നേരെ കയറി അവർ ഗെയിം കളിക്കാനാണ് നിൽക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ അവർ ആ ബോട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ അതിന്റെ കറക്റ്റ് പ്രൈസ് ഗസ് ചെയ്ത് പറഞ്ഞാല് അതിന്റെ ഡബിൾ അവർക്ക് കിട്ടും. ഈ ചക്കട്ടപ്പം മൊയില് ചത്തു എന്നൊക്കെ പറയുന്ന പോലെ കൂക്കി ആൻസർ ഒരു ഗസ് അടിച്ചാണ് പറഞ്ഞ്. അതിന്റെ ആക്ച്വൽ പ്രൈസിന്റെ അടുത്തായതുകൊണ്ട് അവർക്ക് അതിന് ഡബിൾ കിട്ടി. അങ്ങനെ അവർ നേരെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി ഫുഡ് ഉണ്ടാക്കി കഴിച്ചു കിടക്കാൻ പോയി. ഇവിടെ രണ്ടുപേർക്കും കൂടെ ഒരു ബെഡാണ് ഉണ്ടായിരുന്നത്. ഉറങ്ങാൻ പോണതിന് മുന്നേ സ്റ്റോൺ പേപ്പർ സീസേഴ്സ് ഒക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു ഉറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു. കൂക്കി ആദ്യം എണീറ്റു. ജിമിൻഷി വൈകിയാണ് എണീറ്റത്. റൂമിൽ നിന്ന് നേരെ പുറത്തിറങ്ങിയപ്പോ തന്നെ നിറച്ച് ക്രൂ മെമ്പേഴ്സ്. അവര് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യായിരുന്നു. നേരത്തെ കാലത്തെ പണി തുടങ്ങിയോന്നും ചോദിച്ച് അന്തം വിട്ട് ജിമിൻഷി അങ്ങ് പോയി. ഇവിടെ എല്ലാരും നല്ല പണിയിലാലേ, ഞാനും നേരത്തെ എണീച്ചിട്ടാ കൂയി ഇന്ന് കൂക്കി. ഇവൻ എന്താ ഈ ഒളിച്ച് കളിക്കണേ? പിന്നെ രണ്ടാളും കൂടെ ഗെയിം കളിക്കാനിരുന്നു. ആക്ച്വലി ജിമിൻഷിന്റെ സൗണ്ട് ഒക്കെ വെള്ളത്തിൽ ചാടി കളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വെള്ളത്തിൽ ചാടി കളിക്കുമ്പോൾ സൗണ്ട് പോവാ നാവും. ചാട് മാത്രല്ലല്ലോ, കാറി കൂവല്ലായിരുന്നോ. അങ്ങനെ ഗെയിം കളിക്കാനിരുന്നു. ഗെയിം എന്താന്ന് വെച്ചാൽ കുറച്ച് കാറ്റഗറീസ് തരും. ലൈക്ക് അനിമൽസ്, ഒബ്ജക്ട്സ്, ഇമോഷൻ, പ്രോവർബ്സ്, മൂവീസ്. അങ്ങനെ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അത് അഭിനയിച്ച് കാണിച്ചു കൊടുത്ത് മറ്റാൾ കറക്റ്റ് ആൻസർ പറയണം. ലൈക്ക് നമ്മുടെ ഡംഷ്രാഡ്സ് പോലെ. ആദ്യം ചൂസ് ചെയ്തത് ഇമോഷൻ ആയിരുന്നു. ജിമിൻഷിയാണ് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പോയത്. പക്ഷെ എന്ത് ചെയ്യാനാ, എങ്ങനൊക്കെ കാണിച്ചിട്ടും ഇവൻ എന്താ കാണിക്കണേന്ന് കൂക്കിക്ക് മനസ്സിലാവണ്ടേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി തുടങ്ങി. ജിമിൻഷി ആണെങ്കിൽ ചത്ത അഭിനയിക്കായിരുന്നു. കൂക്കിയാണെങ്കിൽ ട്യൂബിലൈറ്റും കത്താൻ കുറച്ച് വൈകും. പക്ഷെ എങ്ങനൊക്കെ രണ്ടാളും കൂടെ കളിച്ച് ഒപ്പിച്ച്. ഇനി ഇത് എന്തിനാ കളിച്ചെന്ന് വെച്ചാൽ അവർക്കൊരു ഡേ അവരുടെ ഇഷ്ടം പോലെ ഷെഡ്യൂൾ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരത് കളിച്ച് നേടി. സോ അവർ പുറത്തേക്ക് പോകാൻ റെഡി ആവുന്നുണ്ട്. ഏത് സ്ഥലത്തേക്കാ പോണതെന്ന് കുറെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടാളും കൂടെ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് റെഡിയായി പോകാൻ തുടങ്ങി. ആദ്യം തന്നെ പോയതൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി. നമ്മുടെ കയ്യിൽ 100 ഫ്രാൻസിസും കൂടെ ബാക്കിയുള്ളൂ. സ്റ്റാഫ് അത് അറിയണ്ടെന്നും പറഞ്ഞ് ജിമിൻഷി ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. സീരിയസ്ലി ഈ ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ തിളക്കത്തിലെ ഉണ്ണീനെയാണ് ഓർമ്മ വന്നത്. എന്നിട്ട് മെനു കാർഡ് നോക്കി പൈസ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ജിമിൻഷി കൂക്കിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൂക്കിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജിമിനെ, മോനെ നീ ഒരു മൂർക്കമ്പാമ്പിന്റെ ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്തത്. ഇതിന്റെ റിവഞ്ച് ആയിട്ട് കൂക്കി ജിമിൻഷിന്റെ ഒരു ഫോട്ടോയും എഡിറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ആർമിക്ക് ഈ കഴിവൊക്കെ എവിടുന്നാ കിട്ടിയെന്ന്? ഈ ബാങ്താൻ യൂണിവേഴ്സിൽ ഒരു ഊക്കൽ മഹാമഹം തന്നെയല്ലേ നടക്കുന്നേ. പിന്നെ ബർഗർ വന്നു കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് റാസ്ബെറി പിസ്താച്ചിയോ എന്ന് പറഞ്ഞ ഒരു ഡോണട്ട് പോലത്തെ ഒരു സാധനം കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അത് കഴിച്ച് കൂക്കിന്റെ ആത്മാവൊക്കെ പറന്നു പോകുന്നുണ്ട്. അതിന്റെ ടേസ്റ്റ് കൊണ്ടേ നല്ല മധുരമായിരുന്നു. ജിമിൻഷിക്കാണെങ്കിൽ മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ പാവപ്പെട്ട പൈസക്കാരെ ജിമിൻഷി കോയിൻസ് ഒക്കെ എണ്ണി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ നേരെ ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കുന്നുണ്ട്. 1-2 താറാവുകളൊക്കെ അടുത്തുകൂടി പോകുന്നുണ്ട്. അവർ അതിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ കൂക്കിയാണെങ്കിൽ താറാവിനെ പന്നി എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിരിക്കുകയും നമുക്ക് ഗെയിം കളിക്കാന്നൊക്കെ അതിനോട് പറയുന്നുണ്ട്. ജിമിൻഷി ആയിരുന്നു താറാവിന്റെ ലൈവ് ട്രാൻസ്ലേറ്റർ. ഇത് നല്ല രസമുള്ള ഒരു സീനായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവര് വേറൊരു മലയ്ക്ക് അടുത്ത ആക്ടിവിറ്റിക്ക് വേണ്ടി പോകുന്നുണ്ട്. ശരിക്കും ഈ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ഈ സീനാണ്. 10-30 വയസ്സായ രണ്ടെണ്ണാണ് ആ നിക്കണേന്ന് കണ്ടാ പറയോ. ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ നിന്ന് ചാടണം. ആ സ്ഥലത്തെത്തിയപ്പോ കൂക്കിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. ജിമിൻഷിക്കാണെങ്കിൽ ചാടേ വേണ്ട. അപ്പൊ സ്റ്റാഫ് പറയുന്നുണ്ട് താഴെ ഒരു ക്ലൂ വേർഡ് ഉണ്ട്. കൂക്കി ചാടുമ്പം അതെന്താന്ന് കണ്ടുപിടിച്ച ജിമിൻഷിക്ക് ചാടണ്ട. ചാടുന്നത് കൂക്കിയാണെങ്കിലും ജിമിൻഷിക്കായിരുന്നു പേടി. സ്വാഭാവികം. അല്ലെങ്കിലും കൂക്കിനെ പഠിച്ചപ്പം 1-2 സാധനത്തിനൊഴികെ പേടി എന്ന് പറഞ്ഞ ആ സാധനം ദൈവം ആഡ് ചെയ്യാൻ മറന്നതാണ്. അതുകൊണ്ട് കൂക്കിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കൂക്കി ചാടുന്നുണ്ട്. ആ വേർഡ് എന്താന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ജിമിൻഷിക്ക് ചാടേണ്ടി വന്നിട്ടില്ല. ഒന്നും കൂടെ ചാടണമെന്ന് പറഞ്ഞ ആ മുതൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ലാസ്റ്റ് ഒന്നുകൂടെ ചാടി. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ജിമിൻഷി കൂക്കിന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ സെൽഫി മോഡലാണെന്ന് മാത്രം. അങ്ങനെ അവിടുന്ന് അവര് തിരിച്ചു പോരാണ്. ആ സമയത്ത് ജിമിൻഷിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു പപ്പീന്റെ കഥ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അവര് ഒരു ഷോപ്പിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുന്നതാണ് കാണിക്കുന്നത്. വാങ്ങിയ ഐസ്ക്രീം വെച്ച് ജിമിൻഷി ഓരോ അടവുകളൊക്കെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് തിന്നാൻ പറ്റാണ്ട് മൊത്തത്തിൽ താഴെ പോയി. ഇന്ന് ജിമിൻഷിന്റെ ദിവസമായിരുന്നു. പിന്നെ രണ്ടാളും കൂടെ ഒരു തടാകത്തിന്റെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. കൂക്കി വെള്ളത്തിൽ ചുമ്മാ കാലിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഒരു താറാവ് അരയന്നം വരുന്നുണ്ട്.
അതിനെ കണ്ടിട്ട് കൂക്കിനോട് ജിമിൻഷി ചോദിക്കുന്നുണ്ട്, അതിനെ പിടിക്കാൻ പറ്റുമോ, എന്നാ ഡിന്നറിന് സെറ്റാക്കാം. അതെന്ത് വർത്താനാടോ, നിങ്ങൾക്ക് ബ്ലാക്ക് സ്വാനെ മാത്രമേ പറ്റുള്ളൂ, അത് ഭയങ്കര സ്ട്രോങ് ആണ്, കൊത്തുന്നൊക്കെ ജിമിൻഷിനെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അതിനെ പിടിച്ച് അതിന്റെ കഴുത്ത് പിടിച്ച് ഒറ്റ തിരിക്കലെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അരയണ നേരെ കൂക്കിന്റെ അടുത്തേക്ക്, എന്നാ പിടിക്കട കടിക്കട ഓടിക്കട എന്ന് പറഞ്ഞിട്ട് ഒറ്റ വരവ്. വലിയ ഡയലോഗ് അടിച്ച് കൂക്കി അത് അടുത്തേക്ക് വന്നപ്പോ ആകെ പാനിക്കായി പോയി. ശശിക്കൊക്കെ തിരിച്ചു പോ. എന്തൊക്കെ ഡയലോഗായിരുന്നു. കേറി നിൽക്കണ കണ്ട കുറച്ചു കഴിഞ്ഞപ്പോ അത് പോയി. പിന്നെ വേറെ ഒരു ട്വിൻസ് വന്ന് കൂക്കിനെ വെള്ളത്തിൽ കണ്ടതും അതുങ്ങൾ നേരെ യൂട്ടേൺ അടിച്ചേ. ഇവൻ ആള് ശരിയല്ല. പിന്നെ കൂക്കി ഇങ്ങനെ വെള്ളത്തിലിരിക്കുന്നത് കണ്ടപ്പോ ജിമിൻഷിയും വെള്ളത്തിലിറങ്ങി. പിന്നെ ഫുള്ള് വെള്ളത്തുകളി. പിന്നെ വെള്ളത്തുകളിക്ക് കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിക്ക് ചെല്ലണമെന്നാണ് കാണിക്കുന്നത്. ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ അർമീസ്.